ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഒരു നല്ല പകൽക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഇന്ന് പകൽക്കാലം നാട്ടിലായിരിക്കുന്ന നിമിഷങ്ങള് നമ്മുടെ ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മേൽ അയക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രി കാലം ഞങ്ങൾ കിടന്നുറങ്ങി ഇസ്രായേലിന്റെ പരിപാലകൻ ഞങ്ങളെ താങ്ങിയതുകൊണ്ട് മാത്രമാണല്ലോ ഈ ഒരു പകൽക്കാലം കാണുവാനിടയായത്. ഈ പകൽക്കാലം ദൈവാത്മാവിന്റെ സാന്നിധ്യ മറവില് ദൈവം ഞങ്ങളെ പരിപാലിക്കണമേ. ദൈവാഭിഷേകത്താ ദൈവം ഞങ്ങളെ നിറയ്ക്കണമേ. ജോയിൻ ചെയ്യാനുള്ള പ്രിയപ്പെട്ട എല്ലാവരും തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കൃപയെ പരിപാലിച്ചാണ് പ്രാർത്ഥിപ്പാൻ, പാടുവാൻ, അനേക വിഷയങ്ങളെ ഓർത്ത് മധ്യസ്ഥടയ്ക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന. കർത്താവിന്റെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു നല്ല പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി നൽകുവാനായി. എത്രയോ പ്രിയപ്പെട്ട ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആയുസിൽ കർത്താവ് ഒരു പൽക്കാലം കൂടി തന്ന കൃപയ്ക്കായി നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നാം ഗാനങ്ങൾ പാടി ദൈവത്തെ അല്പനിമിഷം സ്തുതിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പാട്ടുകൾ പാടുന്നത് പ്രിയ ജിബിനും ജെഫ്രിയുമാണ്. പാട്ടുകൾ പാടുവാൻ വേണ്ടി പ്രിയ മക്കളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. प्रेज लॉर्ड. प्रभु नाम की धन्यवाद हो। आज के सुंदर समय में परमेश्वर इस मौका दिया है इस आराधना करने के लिए। ये गाना है शून्य से लेकर तूने मुझे रच लिया अपने हेड़ूब से। मलयालम ये गाना है अन्नु मिलाई मेल निन्नने निन्नुडे चारे सृष्टि। शून्य से लेके तूने मुझे रच लिया अपने प्रेम किया है आनंद प्रेम से दिया पुत्र मेरे मुक्ति के लिए। आप सब आराधना करते हैं हालेलुया। करूँगा स्तुति तेरी मैं सर्वदा, अनोखा प्यार है तेरा। करूँगा स्तुति तेरी मैं सर्वदा। जब मैं आया यीशु स्वर्ग छोड़ के,
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസ്നാമത്തില് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഒന്നുമില്ലായ്മ ദൈവം നമ്മെ എത്രത്തോളം നടത്തി, നമ്മുടെ ശൂന്യാവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മെ എത്രത്തോളം മാനിച്ചു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ എത്രത്തോളം പരിപാലിപ്പടയായി എത്രത്തോളം നടത്തിയ ദൈവത്തെ നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ദൈവത്തില് കടന്നു വരാൻ വേണ്ടി പോവുകയാണല്ലോ. നിരവധി വിഷയങ്ങളെ ഓർത്ത് നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ബോംബെയിൽ നിന്ന് അസംബ്ലീസ് ഗോഡ് ചർച്ചിന്റെ സുശേഷം ബ്രൈറ്റ് പാസ്റ്ററിന്റെ സഹധർമ്മിണി പ്രിയ ലിസി ബ്രൈറ്റ് ആന്റിയാണ്. തുടർന്ന് പ്രിയ ആന്റിയായി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ വേണ്ടി ദൈവനാമത്തെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥന ധ്വനിയിൽ കൂടി ദൈവസന്നിധാനത്തെ ദൈവമക്കളുടെ മുമ്പാകെ കടന്നു വന്ന ഇപ്രകാരമായി തീരുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. അവസരം തന്ന ദൈവദാസനെ നന്ദി അറിയിക്കുന്നു. ജിഫിനെയും ജെഫ്രിയും കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കണ്ടതാണ്. ഇത്രത്തോളം കുഞ്ഞുങ്ങളെ സഹായിച്ചു. വാസ്തവമായിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നലെ ദേവദാസനൊരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നു. കുഞ്ഞുങ്ങളുടെ പാട്ട് ഇനിയും കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. ദേവദാസന്റെ പപ്പയും അമ്മയുണ്ട്. ഞങ്ങൾ ആ ഭവനത്തിൽ പോയി വിശ്രമിച്ചതാണ്. ഇനിയും ആ സ്നേഹബന്ധത്തിലായി തീരുവാൻ എന്നെയും അടിയനെയും കുടുംബമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാതിന് മുമ്പ് ഒരു വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നു. അതിനോടുള്ള ഒരു എക്സാമ്പിൾ വിധവയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ആധാരമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്കറിയാം ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന വിഷയം. എരിഹോവില് തിമായിയുടെ മകനായ ബർത്തിമായിക്ക് കാഴ്ച ലഭിക്കും. 46-ാം വാക്യം മുതൽ നമ്മൾ അത് 52 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം യേശുവിന്റെ കൂടെ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് കാഴ്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ യാചിക്കുന്ന ഒരവസ്ഥ. വചനം മൊത്തം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലരും കാഴ്ച പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ അവന് വിലക്കുന്ന അവസ്ഥയുണ്ട്. മിണ്ടാതിരിപ്പിന്നെന്ന് പറയുന്ന അതിന്റെ 48 മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ച്, എന്നെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ഏറ്റവും അധികം നിലവിളിച്ചത് എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വാസ്തവമായിട്ടോ കർത്താവെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി ഇല്ലെങ്കിലും വീണ്ടും അധികമായി നിലവിളിച്ച് പ്രാർത്ഥിപ്പാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ പ്രാർത്ഥന ധ്വനിയിൽ കൂടി അനേക വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മടുത്തു പോകുവാൻ നല്ല ദൈവമേ വിഷയങ്ങളുടെ മേലും മറുപടി ലഭിക്കുന്നതുവരെയും വസ്തുമാട് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. ഞാൻ എന്റെയും എന്റെ കുടുംബത്തിന് അനേക വിഷയങ്ങളുണ്ട്. എന്നാൽ മടുത്തു പോകാനല്ല, വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് തന്ന വചനത്തിൽ ആശ്രയിച്ച് ആ കുരുടൻ അധികമായി നിലവിളിച്ചതുപോലെ കുരുടനെ പക്ഷെ അവരും മിണ്ടാതിരിപ്പാൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ അവർക്ക് കാഴ്ച ലഭിക്കയില്ലായിരുന്നു. നമ്മുടെ നന്മകളെ തടുക്കുവാൻ ശത്രു പുറകിൽ ഉണ്ട്. എന്നാല് ജയം തരുന്ന കർത്താവ് മുമ്പടെയായി പിമ്പടെയായി നമ്മളോട് കൂടെ ഉള്ളതിനായി വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്താൽ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടതായിട്ട് നമുക്ക് സമർപ്പിക്കാം. എനിക്ക് ആ കനാന്യ സ്ത്രീയുടെ കാര്യം 3 പ്രാവശ്യം അവളെ വിളിക്കിയിട്ടും ദൈവമേ എത്രയോ നിന്ദിച്ചു, എന്നിട്ടും കർത്താവിന്റെ പുറകെ അവൾക്ക് ദൈവമേ വിടുതൽ കിട്ടിയതിന് ശേഷമാണ് അവൾ പിന്മാറുന്നത്. 3 പ്രാവശ്യം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്കറിയാം. പ്രിയ ദൈവദാസന്മാരെ, ദൈവ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കർത്താവെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ദേശത്ത് വെളിപ്പെടുവാൻ, വീണ്ടും അടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ അപ്പച്ചൻ ബലപ്പെടുത്തട്ടെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കടക്കാൻ എന്റെ സഹോദരങ്ങൾ ഓരോരുത്തരായി അവരുടെ വിഷയങ്ങൾ പറഞ്ഞാലും ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറയാം ഓരോരുത്തരായിട്ട്. എന്റെ പേര് സജിനി. ഞാനൊരു ലോണിന്റെ കാര്യത്തിനായിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇന്നലെ അവിടെ ബാങ്കിൽ കടന്നാനിടയായി. അവിടെ ചെന്ന് ബാങ്കുകാരോട്ട് സംസാരിച്ചു. എന്നാൽ സെക്രട്ടറി അവിടെ ഇല്ലായിരുന്നു. സെക്രട്ടറി വരാതെ അവർക്കൊന്നും പറയാൻ സാധ്യമില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ 10 മണിയാകുമ്പോൾ ബാങ്കിൽ ചെല്ലുവാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് രാവിലെ 10 മണിക്ക് പോകാൻ വിഷയത്ത് വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്.
സ്തോത്രം. ഞാൻ മണി രാജനാണ്. എൻ്റെ അടിയന്റെ പ്രിയപ്പെട്ടവനെ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയി. കാലിന് മെനങ്ങാന്ന് വരെ ഉള്ളതിലും വീണ്ടും അധികം നീര്, നല്ല നീരായിട്ടിരിക്കുവാണ്. ഇന്നലെ എക്സ്റേ എടുത്തിട്ട് എക്സ്റേയിലൊന്നും തെളിഞ്ഞിട്ടില്ല. വീണ്ടും അവര് മെഡിസിനൊക്കെ മാറ്റി തന്നിരിക്കുവാണ്. എന്തുവാണെന്ന് അടിയനറിയത്തില്ല. പ്രിയപ്പെട്ടവന് നല്ല വേദനയുണ്ട് കാലിന്. തലയിലെ സ്റ്റിച്ചൊക്കെ എടുക്കുവാൻ ഇടയായി. നല്ല കാല് മറ്റൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ വേണം എൻ്റെ ദൈവം അവിടുന്ന് കാത്തു സൂക്ഷിക്കണം. അടിയനും ഇന്നലെ ഒരു വലിയൊരാപത്ത് നേരിട്ടു. എങ്കിലും അവിടെ ഒന്ന് വീഴുവാൻ തക്കോണം ഇടയായി. കാല് തെറ്റി, ശരീരമൊക്കെ വേദനയാണ്. നല്ലോണം പനിക്കുകയും ചെയ്ത് അത്രത്തോളം ഞാൻ വീണെൻ്റെ ശരീരം നൊന്തു. കർത്താവ് ഒടിയാതെ മുറിയാതെ അപ്പ അടിയനെയും കാത്തു സൂക്ഷിച്ചു. വേദനകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ വിലപ്പെടുത്തുന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള പ്രതികൂലങ്ങൾ ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ പ്രാർത്ഥന കുറവാണോ, എവിടെയാണ് ഇതിന്റെ കുറവെന്ന് അറിയത്തില്ല. എങ്കിലും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യാതെ ഞങ്ങളെ ഇത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നു. കുഞ്ഞുങ്ങളുമായിരിക്കുന്നിടത്ത് ഞങ്ങൾ ഇച്ചിരി കഷ്ടത അനുഭവിച്ചാലും വേണ്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊന്നും കൂടാതെ എൻ്റെ അപ്പ അവരെ ആയിരിക്കുന്നിടത്ത് കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി എൻ്റെ കർത്തദാസന്മാർ എൻ്റെ ദൈവമക്കളും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടിയനിരിക്കുന്നു. നമുക്ക് ഈ രണ്ട് വിഷയത്തിന് വേണ്ടി ഒരു സാജിനിയുടെ വിഷയത്തിൽ എല്ലാവരും ചേർന്ന് ഇച്ചിരി ശ്രദ്ധിക്കണം. ആ സഹോദരി നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങി അന്ന് വലിയ വിഷയം ഓർത്ത് സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്യണം. കഴിഞ്ഞ ദിവസം എനിക്ക് നിയമത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാല് നമ്മളെല്ലാവരും ചേർന്ന് ആ സഹോദരി ഇനി നമ്മുടെ ഈ പ്രാർത്ഥനക്ക് പറ്റി ഒരു വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാതെ, അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് സ്തുതിക്കുകയോ നമുക്ക് ശക്തമായിട്ട് ആ സഹോദരിയുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഭാരത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ ഓരോ ബുദ്ധിമുട്ട് അറിയാമല്ലോ. എല്ലാവരും ചേർന്ന് നമുക്ക് അല്പസമയം വീഡിയോ ഇടും. വിഷയത്തെടുത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കൂട്ടത്തിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയത്തിന് ശ്രീദാസൻ തന്നെ ആ വിഷയത്തെടുത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. എന്റെ ദൈവമേ കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടല്ലോ ദാവീദ് പുത്ര എന്നോട് മനസ്സറിയണമെന്ന് പറഞ്ഞ വാക്യം ഞങ്ങളോട് കേട്ടല്ലോ. കഴിഞ്ഞ ദിവസം ഭാരതത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവമേ, ഈ രാവിലെ ഞങ്ങൾ അധികാലത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. ഇന്ന് ആ സഹോദരരുടെ വിഷയത്തിൽ ഒരു മറുപടി ലഭിക്കാൻ കർത്താവേ, ഒരു സാമ്പത്തിക വിഷയത്തിൽ മനുഷ്യരുടെ മുന്നിൽ രക്ഷിക്കപ്പെടുവാനിടയാണ് കർത്താവേ. ഞങ്ങളുടെ ഔഷധ കണക്കിൽ കർത്താവ് യേശുവിന് മാത്രം ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവമേ, നിന്നാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവരങ്ങളുടെ കേൾപ്പിക്കുക കർത്താവ്. ആ സഹോദരിയുടെ ആരുകൊണ്ട് വിഷയത്തിൽ കർത്താവ് സഹായിക്കണേ. അതിനുള്ള വഴികളെ തുറക്കണേ. ദൈവം വെളിപ്പെടണം കർത്താവേ. അവർക്ക് വേറെ മാർഗങ്ങളില്ല. നീയല്ല, ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ. ഞങ്ങൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിപ്പിച്ചേരും ദൈവം നീ മാത്രമുള്ളൂ. നിന്റെ വരങ്ങളെ കേൾപ്പിക്കുക കർത്താവേ. ആ വിഷയത്തിൽ ഒരു മറുപടി ഇന്ന് കേട്ട് ദൈവത്തെ മാത്രപ്പെടുവാൻ സഹായിച്ചട്ടെ. മാനുമൂത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സജിനി സിസ്റ്ററിന്റെ വിഷയം എടുത്ത ഒരാൾക്ക് പ്രാർത്ഥിക്കാം. സഹോദരിക്ക് ദൈവത്തെ പ്രാർത്ഥന ഭാഗ്യം ചെല്ലുമ്പോൾ ജോലി ലഭിച്ചു എന്ന് നമുക്ക് കേൾക്കുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അതിന്റെ കൂടെ വേറെ ആരുടെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറ. പ്രൈസ് ലോർഡ്. ഞാൻ അമ്മണി അലക്സ്. എനിക്ക് ഒരിടത്തുനിന്ന് ഒരു 20,000 രൂപ കിട്ടാനുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിച്ചുകൊണ്ട് പോയതാ. 3-4 മാസം, 1 മാസത്തെ അവധി പറഞ്ഞ് വാങ്ങിച്ചതാ. എൻ്റെ സഹോദരിയുടെ മോനെ ഇതുവരെ അത് തരുന്നില്ല. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. എനിക്ക് ഒത്തിരി സാമ്പത്തിക ബാധ്യതയും കടഭാരങ്ങളും ലോണും ഒക്കെ ഉണ്ട്. ഇപ്പൊ അത് കിട്ടിയാൽ വലിയൊരു ആശ്വാസം. അത് കിട്ടാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം.
ഓക്കെ, നമുക്ക് ഈ രണ്ട് വിഷയത്തിന് വേണ്ടി, നമുക്ക് സജിനയുടെ വിഷയത്തിന് വേണ്ടി അമ്മണി അലക്സ് പറഞ്ഞ രണ്ട് സഹോദരിമാരുടെ വിഷയത്തിൽ ഇന്ന് തന്നെ ദൈവത്താൽ ഒരു പ്രവൃത്തി, വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാന്, സഹോദരിക്ക് ലഭിക്കേണ്ട പണങ്ങൾ ലഭിക്കുവാന്, ബാങ്കിൽ നിന്ന് ജോലി ലഭിക്കേണ്ട പ്രത്യേക സഹോദരി സജിനയും കർത്താവ് അതിനായി ഒരുക്കേണ്ടതിന് ഈ രണ്ട് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ ദേവദാസൻ പറഞ്ഞതുപോലെ ഞാൻ അമ്മണി സിസ്റ്ററിന്റെ വിഷയം അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ വിഷയം ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും സഹായിക്കണമെന്ന്. കാരണം ദിനംതോറും നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. നാളെ പൽക്കാലം നമ്മൾക്ക് ഇത് കടന്നു വരുമ്പോൾ വസ്തുമായിട്ട് വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാൻ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്വർഗത്തിൽ അപ്പച്ച ദൈവമേ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചപ്പോൾ കുരുടിന് സൗഖ്യം കൊടുത്തതുപോലെ ആ സഹോദരിയുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വേറെ ഈ സജിനയുടെ വിഷയം, അമ്മണി അലക്സിന്റെ വിഷയം ഒരു സഹോദരി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളോട് സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്രയോ പേര് കർത്താവെ കഴിഞ്ഞ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാതെ ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ കർത്താവെ, ഞങ്ങളെ പാവങ്ങളായ അടിങ്ങളെ കർത്താവെ ആരോഗ്യം തന്ന്, ബലം തന്ന്, സൗഖ്യം തന്ന് കർത്താവ് ഒരു ദിവസം കൂടെ കാണുവാൻ അവിടെ തന്ന ഭാഗ്യത്തിനായി ഇങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പ്രിയ സഹോദരിമാർ പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ് സജിനി സിസ്റ്ററിന്റെ ആ ലോണിന്റെ വിഷയം കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. അമ്മണി രാജന്റെ വിഷയത്തിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയ നിറക്കത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമേ, നീ കണ്ണുനീരിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ദൈവമല്ലല്ലോ കർത്താവേ. പ്രിയ സഹോദരിയുടെ മേൽ നിന്റെ അത്ഭുത കരം നീട്ടണമേ ദൈവമേ. പ്രിയ സഹോദരന് കാലിന് നീരായി ഭാരപ്പെടുന്നല്ലോ ദൈവമേ. നിന്നോട് അപേക്ഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്ന ദൈവമല്ലല്ലോ കർത്താവേ. പ്രിയപ്പെട്ടവരെ ഇരുവരെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ കർത്താവ് പൊന്നക്കരം തൊട്ട് ഇന്ന് പകൽക്കാലം സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ കർത്താവേ. ദൈവമേ, അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരുവാൻ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ സഹോദരിയും കർത്താവെ മറിഞ്ഞു വീണ് ശരീരമായി വേദനയാൽ ഭാരപ്പെടുന്നു കരഞ്ഞല്ലോ കർത്താവേ. ദൈവമേ, നിനക്കെല്ലാം സഹായിപ്പാൻ നിനക്ക് കഴിയുമല്ലോ. ആരും സഹായമില്ലെങ്കിലും സഹായം തരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങൾ കണ്ണുകളെ ഉയർത്തുമ്പോൾ നീ സഹായം തരുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ സഹോദരങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രിയ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് നിന്റെ കരുണയിൽ അവരെ സൂക്ഷിക്കണമേ. യാതൊരുവിധ പ്രയാസമോ പ്രതികൂലങ്ങളും ഇല്ലാതെ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മണി അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ ആർക്കോ പൈസ കൊടുത്തിരിക്കുന്നു കർത്താവെ, അത് തിരികെ ലഭിക്കുന്നില്ലല്ലോ ദൈവമേ. നീ ആ സഹോദരനോട് നീ ഇടപെടണമേ. അവന്റെ മനസ്സിന് നല്ലൊരു രൂപാന്തരം കൊടുക്കണമേ. അവന് കർത്താവെ ആ പൈസ തിരിച്ചു കൊടുക്കുവാനുള്ള മനസ്സ് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അവന്റെ കഠോരമായ ഹൃദയം നീ അലിയിച്ച് പ്രതിഫലമായി ദൈവമേ അവർക്ക് പ്രതിഫലം കൊടുക്കണമേ. അവൾക്ക് അത് പകരം ലഭിപ്പാൻ, തിരിച്ചു ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇല്ലായ്മയിൽ നിന്ന് കൊടുത്ത പൈസയാണല്ലോ നാഥ, നീ സകലതും അറിയുന്നു. അത് തിരികെ ലഭിപ്പാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ സഹോദരനെ നീ ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈ വിഷയങ്ങളിൽ മേൽ എൻ്റെ കർത്താവിന്റെ പൊന്നക്കാരൻ പ്രവർത്തിച്ചിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച ദേവദാസനെയും സഹോദരിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മൂന്ന് വിഷയത്തിന്മേലും കർത്താവ് ഇന്ന് തന്നെ വിടുതൽ കൊടുത്ത ദൈവമേ നൽകി തന്നിരിക്കുന്നതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. സ്തോത്രം. അടുത്ത ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ മോൻ മനുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് വിസയുടെ കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഏപ്രിൽ മാസം വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ അവന്റെ ഫ്രണ്ട് പറഞ്ഞെന്ന് അവന്റെ ഒരു മകന് വിവാഹ നിശ്ചയം ഒക്കെ ആയിരുന്നിട്ട് പോലും അവര് വിട്ടില്ല. ഓൺലൈനിൽ കൂടെ വിവാഹ നിശ്ചയം നടത്തി. അങ്ങനെ നിന്റെ സിസ്റ്ററിന്റെ വിവാഹത്തിന് എങ്ങനെ നിനക്ക് പോകുവാൻ പറ്റുമെന്ന്. അന്നേരം ഞാൻ മോനോട് പറഞ്ഞു, മോൻ ധൈര്യമായിട്ടിരിക്കും, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തി. അവൻ ഇന്ന് അബുദാബിയിൽ നിന്ന് ഷാർജയിലോട്ട് വിളിക്കും, ഹെഡ് ഓഫീസിലോട്ട്. അന്നേരം അവരോട് ഇടപെടാനും ദൈവത്തിന്റെ വലിയ കൃപ കാണുവാനും കുഞ്ഞ് വിശ്വസിപ്പാനും കൂടുതലായിട്ട് അവന് വരാനുള്ള ഭാഗ്യം ലഭിക്കാനും ഒക്കെയുമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മോന്റെ പേര് മനു. ഓക്കെ സിസ്റ്റർ.
പ്രൈസിലൂടെ ആൻറ്റി, എൻ്റെ പേര് സാറാമ്മ ജോയ് എന്നാണ്. എൻ്റെ മകള് ഷേബ, അവൾക്ക് ഇന്ന് 7 മണി മുതൽ ഒരു PSC ടെസ്റ്റ് ഉണ്ട്. അതിനവൾ കടന്നു പോയിരിക്കുകയാണ്. ദൈവം അവളെ ബലപ്പെടുത്താനും അത് അനുഗ്രഹപ്രദമായ രീതിയിൽ എഴുതുവാനും കർത്താവ് കൃപ കൊടുക്കേണ്ടതിനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥന ചോദിക്കുകയാണ്, ദൈവമക്കളുടെ ദേവദാസന്മാരുടെ ഒക്കെ. പിന്നെ ഒരു വിഷയം കൂടിയുണ്ട്. എൻ്റെ മാതാവ് 85 വയസ്സുള്ള അമ്മയാണ്. അമ്മയ്ക്ക് ശരീരം മുഴുവൻ കഴിഞ്ഞ ദിവസം മഞ്ഞ നിറം കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവര് ഇന്നലെ സ്കാൻ ചെയ്തപ്പോൾ ഗോൾ ബ്ലാഡറിലെ സ്റ്റോണാന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അപ്പൊ അതിനി ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തി കാണാൻ ഇടയാകേണ്ടതിനായിട്ട്, മാതാവിനെ ബലപ്പെടുത്തേണ്ടതിനായിട്ട്, പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. സ്തോത്രം, ദൈവം മോത്തമെടുക്കട്ടെ. സ്തോത്രം. മോളുടെ വിഷയം ഷേബ എന്നല്ല സിസ്റ്റർ? അതെ, ഷേബ. PSC ടെസ്റ്റിന് കടന്നു പോയിരിക്കുക. സ്തോത്രം. ഈ 2 വിഷയം നമുക്ക് ഏറ്റെടുത്ത് വാസ്തവമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്താൽ ഒരു പ്രവൃത്തി വെളിപ്പെടട്ടെ. മനു എന്ന പൈതന് അവിടുന്ന് വിവാഹത്തിന് വേണ്ടി കടന്നു വരുവാൻ വിസ ലഭിക്കേണ്ടതുണ്ട്. സാറാമ്മ ജോയ് സിസ്റ്റർ പറഞ്ഞ മോളുടെ ഷീബയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരിയുടെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജം എല്ലാ പ്രയാസങ്ങളും മാറുവാൻ പൂർണ്ണ വിടുതലും ആരോഗ്യം കൊടുക്കേണ്ടതിന് ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, സ്തോത്രം കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയാർദ്ദമായ പ്രഭാതത്തിനാട് രംഗിയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ കിടന്നുറങ്ങിയ യഹോവ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ ഞങ്ങളുടെ തിരുവചനത്തോട് ചേർന്നിട്ട് ഞങ്ങളുടെ താണ്ടുവരികയാണ് കർത്താവേ. ദൈവമേ, ഞാൻ എൻ്റെ കണ്ടുപർവ്വതങ്ങളിലേക്ക് എത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ഹോയിൽ നിന്ന് വരുന്നുവെന്ന് കർത്താവിന്റെ തിരുവചനമുണ്ടല്ലോ. വചനത്തോട് ചേർന്ന് ഞങ്ങളുടെ താഴികണപ്പ ദൈവമേ, സ്തോത്രം. ഹാലേലിയ പറഞ്ഞ വിഷയങ്ങൾ അപ്പച്ചന്റെ പൊൻപാദപടത്തിലേക്ക് സമർപ്പിച്ച് താണു വരുന്നു. സാറാമറോയ എൻ്റെ മകൾ ക്ഷേമിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, സ്തോത്രം. ഹാലേലിയ PSC ടെസ്റ്റ് നടക്കുകയാണല്ലോ കർത്താവേ, ദൈവം അത് നല്ലവണ്ണം കൈകാര്യം ചെയ്യാനുള്ള കൃപയും ബുദ്ധിയും പരിജ്ഞാനവും ദൈവം തന്റെ മകളുടെ മേൽ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തടസ്സങ്ങൾ കൂടാതെ എല്ലാം സന്തോഷിതമായി ജീവൻ ദൈവം സഹായിക്കണമേ കർത്താവേ, ദൈവമേ, സ്തോത്രം. ഹാലേലുയ നല്ലൊരു ഫലം ലഭിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സൗജമായ രോഗത്തിലൊക്കെയും ഭാരപ്പെടുന്നില്ല. അപ്പച്ചന്റെ ആണിപ്പുറത്തുള്ള കരം തൊഴണമേ കർത്താവെ. അങ്ങ് തൊട്ടവനും അങ്ങേ തൊട്ടവനും സൗഖ്യമാകുന്ന ആകയാൽ അങ്ങയുടെ വേഗത്തിലൂടെ വചനം ക്രിയ ചെയ്ത് മാതാവിനെ സൗഖ്യം കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ താഴ്മയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, സ്തോത്രം. ഹാലേലുയ അനുസിസ്റ്റർ പറഞ്ഞ വിഷയത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞിന് വിസ കിട്ടിയിട്ടില്ല അപ്പച്ചാ, ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ എത്രയും പെട്ടെന്ന് തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. തക്ക സമയത്ത് വിസ കിട്ടുവാനും പോകേണ്ട കാര്യങ്ങൾ ദൈവമേ അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തുവാനും ഒക്കെയും ദൈവത്തിന്റെ കരം ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നുവെന്ന് പൂർണ്ണമായ വിശ്വസ്ത ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ 2 വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം മറുപടി തന്നിരിക്കുക. സ്തോത്രം. യേശുപ്പച്ചന് തന്നെയുള്ള നാമത്തിൽ ദൈവം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേല് കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്തോത്രം. സ്തോത്രം കർത്താവ്. മാതാവിന്റെ വിഷയത്തെ മേൽ പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഷിബി എന്ന കുഞ്ഞിനെ എക്സാം എഴുതുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മനു നിന്ന പൈതൃക ദൈവമേ നാട്ടിലേക്ക് കടന്നു വരുവാൻ ദൈവമേ വിസ ലഭിക്കുന്നതിനായി സ്തോത്രം. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ഹാലേലൂയ. പ്രാർത്ഥിച്ച സഹോദര ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വേറെ വിഷയങ്ങൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വിഷയമുണ്ടോ ഇനി ആർക്കെങ്കിലും? അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10th ഉം 12th ബോർഡ് എക്സാം എഴുതുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആത്മീയ ജീവിതം വാസ്തവമായിട്ടും ദൈവമേ കർത്താവിനോട് പറ്റിച്ചേരുന്ന കുഞ്ഞുങ്ങളായി ദിനങ്ങളിൽ ദൈവമേ എല്ലാ തലമുറകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്ലേ സ്കൂൾ മുതൽ PG വരെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ജോലി സ്ഥലത്ത് കർത്താവ് കൊടുത്തിരിക്കുന്ന ജോലി വിശ്വസ്തോടെ ചെയ്യുവാനുള്ള ജ്ഞാനം വിവേകം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ഒരു മാതൃകയായി തീരുവാൻ നമുക്ക് തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമേ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ അപകടമോ ഒന്നും ഉണ്ടാകാതെ ദൈവമേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ദൈവമേ കർത്താവ് കാത്തു സൂക്ഷിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ വിട്ട് ദൈവമേ ദൂര സ്ഥലങ്ങളിൽ ദൈവമേ ഹോസ്റ്റലിലൊക്കെ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവഹിതമില്ലാത്ത ഒരു വഴിയിലേക്ക് കുഞ്ഞുങ്ങൾ തിരിയാനിടയാക്കാതെ നമ്മുടെ തലമുറകളുടെ വിദ്യാഭ്യാസം, ആത്മീയ ജീവിതം, അവിടെ സംരക്ഷണം എല്ലാം സമർപ്പിച്ച് ആത്മഭാരത്തോടെ ഒരു സഹോദരിക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളെ വിശ്വസനായ എന്റെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, വക്രതയും കോട്ടയുള്ള ജനത്തിന്റെ നടുവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി, അനുസരണമുള്ള കുഞ്ഞുങ്ങളായി വളരുവാനുള്ള കൃപ നൽകണേ അവർക്ക്. കർത്താവേ, പഠിപ്പാൻ ബുദ്ധി ജ്ഞാനം അറിവും നൽകണ ദൈവത്തോടെ അനുസരണത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ധന്യമാക്കുന്ന ദൈവമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ല ബുദ്ധി ജ്ഞാനം അറിവും നല്ല യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. വ്യാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടെന്നുള്ള വചനപ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ജ്ഞാനം അറിവും നൽകണ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളും മുതിർന്ന കുഞ്ഞുങ്ങളൊക്കെയും ആയിരിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണേ. അവർക്ക് ബുദ്ധി ജ്ഞാനം അറിവും നൽകണം. മറ്റുള്ള കുഞ്ഞുങ്ങളുടെ മുൻപാകെ മാതൃകയോടെ ദൈവത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിപ്പാനുള്ള കൃപ നൽകണേ. ദൈവമേ, കണ്ടുമുട്ടി മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിപ്പാനുള്ള കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം അനുഗ്രഹിക്കണേ. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്ക് നല്ല ബുദ്ധി ജ്ഞാനം അറിവ് നൽകണമേ. കർത്താവേ, ഒരു കുഞ്ഞുങ്ങൾ പോലും ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് വിരിഞ്ഞോടാതെ ദൈവഹിത പ്രകാരം ദൈവാലോചന പ്രകാരം ജീപ്പാള കൃപ നൽകണേ. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ കുഞ്ഞുങ്ങളെ വരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ച മാതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. നമ്മുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നമ്മുടെ ഉചിതമാർഗത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ആരോഗ്യം ബലവും കൊടുക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ബുദ്ധി ജ്ഞാനം കൊടുക്കുന്നതിനായി സ്തോത്രം. നിങ്ങൾ ഒരുമിച്ച് തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മുടെ കേരളത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾക്കറിയാം ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ അഴിമതിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഗവൺമെന്റിന്റെ ദൈവമേ ജ്ഞാനത്തോടെ ദൈവമേ നമ്മുടെ സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി പ്രത്യേകം കേരള ഗവൺമെന്റിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഓരോ ദിവസം നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ കേരളത്തിൽ അനിഷ്ട സംഭവങ്ങൾ, അപകടങ്ങൾ, വാഹന അപകടങ്ങളെല്ലാം കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് വാസ്തവമായിട്ട് നമ്മുടെ മാതൃ സംസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഒരു അനിഷ്ട അപകടങ്ങള്, ദൈവമേ, സൂയിസൈഡിന്റെ പ്രേരണ, ഇതെല്ലാം ചെയ്യുന്ന ദുഷ്ടാത്മ ശക്തിയിലെ ശൈത്താൻ എങ്ങനെയെങ്കിലും സാത്താൻ നശിപ്പിക്കാൻ നോക്കുന്നു. നമുക്ക് അന്ധകാരത്തെ ദൈവമേ ബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരിക്കുന്ന ഭരണകൂടത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ രാജ്യത്തെ മുഴുവനായിട്ടും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. UP നടക്കുന്ന അവസ്ഥ അറിയാം. സ്വർഗത്തിലെ ദൈവമേ, സാത്താൻ ഏത് രീതിയിലും ജനത്തെ നശിപ്പിക്കുവാൻ തക്കോണം അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുമ്പോൾ നമുക്ക് കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവമേ യഹോവ നിസി എന്ന കൊടി ഉയർത്തി നമുക്ക് വാസ്തവമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജയം തരുന്ന ദൈവം നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഇന്നലെ നമുക്ക് ചിലർക്കെങ്കിലും അറിയാം, ഇന്നലെ രാജസ്ഥാനിൽ മതനിരോധനം
നിരോധന നിയമം പാസ്സാക്കുവാൻ തക്കോണം അവർ പ്രവർത്തിച്ചു. എനിക്ക് അതിന്റെ ലാസ്റ്റ് ന്യൂസ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ദൈവമേ, ഞങ്ങൾ പാർക്കുന്ന മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവമേ, വാസ്തവമായിട്ട് 28 സംസ്ഥാനങ്ങൾ, 8 യൂണിയൻ ടെറിട്ടറി പ്രദേശങ്ങളിലും 806 ഡിസ്ട്രിക്റ്റിൽ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ തക്കോണം നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചീഫ് മിനിസ്റ്റേഴ്സിനെ, ഗവർണേഴ്സിനെ, ദൈവമേ കർത്താവെ, പോലീസ് അധികാരികൾ, എയർഫോഴ്സ്, ഇവരെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വാസ്തവമായിട്ട് ദൈവിക സമാധാനം നമ്മുടെ രാജ്യത്തുണ്ടാകുക. നമുക്ക് വിശ്വാസത്തോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികള്, പ്രസിഡന്റ്, ദൈവമേ പ്രൈം മിനിസ്റ്റർ, ദൈവമേ പാർലമെന്റ് മെമ്പേഴ്സ്, MLA എല്ലാവരെയും ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തോടെ കർത്താവെ അവർ ദൈവമേ ഭരിക്കേണ്ടതിനുള്ള കൃപ കൊടുക്കേണ്ടതിന് നമുക്ക് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്ത് സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപകട മരണങ്ങൾ ഉണ്ടാകാതെ, ദൈവമേ ആത്മഹത്യ ഉണ്ടാകാതെ ഓരോരുത്തരെയും കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പോലീസ് അധികാരികൾ ഓരോ സംസ്ഥാനത്തും ആക്കിയിരിക്കുന്ന DGPമാരുണ്ട്. സത്യസന്ധത അവർക്ക് കൊടുക്കണം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ എലിഹു പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ ആരുടെയും പക്ഷം പിടിക്കുകയില്ല, ആരോടും മുഖസ്തുതി പറയില്ല. ഞാൻ ആ വചനം ഞാൻ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ഇങ്ങനെയുള്ള ഇയ്യോബിനെതിരായിട്ടാണ് പറയുന്നതെങ്കിൽ ആ വ്യക്തി പറയുന്നത്, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുകയില്ല, ഞാൻ ആരോടും മുഖസ്തുതി പറയില്ല. പ്രിയ ദൈവമക്കളെ, അങ്ങനെയുള്ള ഭരണാധികാരികൾ ഉണ്ടാകട്ടെ. നമ്മുടെ പോലീസ് അധികാരികൾ ദൈവമേ നിഷ്പക്ഷമായി നിന്ന് കാര്യം ചെയ്യുവാനുള്ള ജ്ഞാനവും വിവേകം കൊടുക്കേണ്ടതിന് എല്ലാ പോലീസ് ഫോഴ്സ്, എയർഫോഴ്സ്, നേവി, ആർമി ഇവരെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ തന്നെ സമർപ്പിക്കുക. അതിനായിട്ട് ആത്മഭാരത്തോടെ ഈ വിഷയത്തിന് വേണ്ടി ഒരു സഹോദരി ആത്മ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പ്രഭാവത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, പിന്നെ ദൈവത്തിന്റെ പാദപീഠത്തിലോട്ടടികൾ അടുത്ത് വരികയാകുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാനത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കർത്താവിന്റെ കരങ്ങളിലേക്ക് അടികളെ സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവേ, പ്രിയ ദേവദാസി പറഞ്ഞ വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേരള സംസ്ഥാനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ സംസ്ഥാനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ ഞെട്ടിക്കുന്നതായ കേട്ടില്ലാത്ത വാർത്തകളൊക്കെ കേൾക്കുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, സ്തോത്രം കർത്താവേ. അന്ധകാര ശക്തി ഹല്ലേലൂയ ഞങ്ങളുടെ സംസ്ഥാനത്തെ ഭരിക്കാൻ ദൈവം സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്താൽ ഒരു നിയന്ത്രണം ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണം. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഹല്ലേലൂയ സ്തോത്ര ശത്രുവായവൻ തകർത്ത് കളയാതെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മന്റെ ശക്തിയാലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. കർത്താവ് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ കേട്ട് അടിയങ്ങൾ ഹല്ലേലൂയ ഭീതിയോടായിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് സമാധാനത്തോട് സ്വസ്ഥതയോട് പാർക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭരണാധികാരികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേരള സംസ്ഥാനം ഭരിക്കുന്ന എല്ലാ അധികാരികളെ ദൈവകരങ്ങളിൽ തരുന്നു. കർത്താവിനെയൊക്കെ ഹല്ലേലൂയ പരിജ്ഞാനത്തോടെ ബുദ്ധിയോടെ ഹല്ലേലൂയ സംസ്ഥാനം ഭരിക്കുവാൻ സമാധാനത്താൽ സ്വസ്ഥതയിലൊക്കെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണം. ദൈവത്തിന്റെ ഇടപെടൽ കർത്താവെ അവിടെ നിന്നുണ്ടായിരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാനങ്ങൾ ഹല്ലേലൂയ ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ വാഹന അപകടങ്ങളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ കർത്താവ് എല്ലാവരെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ഓരോ ദിവസവും കർത്താവെ നോർത്തിലൊക്കെ കേൾക്കുന്ന വാർത്തകൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ സുവിശേഷ വിജയത്തിന് വിരോധമായി കർത്താവെ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു അനുകൂലമായ ഭരണം ഞങ്ങൾക്ക് നൽകി തരണം കർത്താവെ. നിയമങ്ങളെ രേഖകളെയൊക്കെ സ്വർഗം മാറ്റി എഴുതുന്ന സ്വാതന്ത്ര്യത്തോട് ദൈവത്തെ ആരാധിപ്പാൻ, യേശു ക്രിസ്തു സ്നേഹിക്കുന്ന ദൈവമെന്ന് മറ്റുള്ളവരോട് പറയുവാനുള്ള കൃപ ഹല്ലേലൂയ അവസരങ്ങളെ ഹല്ലേലൂയ നിഷേധിപ്പാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു വലിയ ദൈവപ്രവൃത്തി അയക്കണം കർത്താവെ. ഹല്ലേലൂയ യഹൂദാചരത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ഹല്ലേലൂയ വിടുവിച്ച ഒരു ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ ജയിലറുകളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ അതിൻ്റെതായ ക്രമീകരണങ്ങൾ സ്വാഗതം ചെയ്യണം. ഈ ദിവസങ്ങളെ ആശ്വാസത്തിന്, സമാധാനത്തിന്, സന്തോഷത്തിന് വാർത്തകൾ കേൾപ്പാൻ കർത്താവ് സഹായിക്കണം. സകലതും ദൈവനാമകത്വത്തിനായി തരണം. ഒരിക്കൽ കൂടി താഴ്ത്തുന്ന എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന മാനവമൊത്ത അവിടത്തേക്ക് മാത്രം പ്രാർത്ഥന
സമയത്ത് സ്നേഹത്തിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവപ്രവൃത്തി അയക്കുന്നതിനായി സ്തോത്രം. നമ്മുടെ കേരള സംസ്ഥാനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷം ഉണ്ടാകുന്ന ഒരു ഭരണോട് ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം. നമ്മുടെ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏത് രാജ്യവും യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ. നമ്മുടെ എല്ലാ ലോക രാജ്യങ്ങളെ പ്രത്യേക സ്റ്റേറ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു രീതിയിൽ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാതെ നമ്മൾ ദൈവമേ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് ജ്ഞാനവും വിവേകം കൊടുക്കേണ്ട നാട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യാനേഷ്യക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചൈനയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. എല്ലാ ആഫ്രിക്കൻ കൺട്രികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വാസ്തവമായിട്ടും നമ്മ ദൂരത്തിരുന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അത് വേഗം പാഞ്ഞിരുന്ന കർത്താവിന്റെ വചനത്തിന്റെ ശക്തി, വാസ്തവമായിട്ടും അത് ഇരുമ്പോടാമ്പലുകളെ തകർത്ത ദൈവവചനത്തിന്റെ ശക്തി, പാറകൾ യഥാർത്ഥ ദൈവവചനത്തിന്റെ ശക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉണ്ടാക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ഒരു വാക്ക് മതി. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണാധികാരികൾക്ക് ജ്ഞാനം കൊടുക്കട്ടെ, സമാധാന അന്തരീക്ഷം സൃഷ്ടിപ്പാൻ തക്കവണ്ണം എല്ലാ ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇസ്രായേലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധക്കെടുതിനും പൂർണ്ണമായിട്ടൊരു വിടുതൽ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ. എത്രയോ കുഞ്ഞുങ്ങൾ നമ്മൾ ഇന്നാൾ കേട്ടു, ജോലിക്കായിട്ട് ദൈവമേ കടന്നു പോയതാണ്. റഷ്യയിൽ ഒരു കുഞ്ഞു മരിച്ചുപോയി. ബാക്കി കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തെന്ന് അറിയത്തില്ല. ചതിക്കുഴിയിലകപ്പെടാതെ ദൈവമേ, അങ്ങനെയുള്ള ദൈവമേ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് കാത്തു സൂക്ഷിച്ച് ജീവനോടെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിൽ തിരിച്ചു വരേണ്ടതിനായിട്ട് ദൈവമേ പല രാജ്യങ്ങളും കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ജോലിക്കായി പഠനത്തിനായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആർക്കും ദൈവം ഒരു പ്രയാസം ഉണ്ടാക്കാതെ അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തലമുറയുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും ഈ കുഞ്ഞുദൈവമേ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് അവരുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആവണം. അവർക്ക് വിസ എക്സ്റ്റൻഷൻ ചെയ്ത് കിട്ടുന്നവർക്ക് ദൈവമേ അത് കിട്ടണം. അങ്ങനെയുള്ള ആ വിഷയങ്ങളെല്ലാം നമുക്ക് ദൈവമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ ദൈവമേ തലമുറകളുടെ വിഷയങ്ങൾ കർത്താവ്, കാരണം അനേകം മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ വരാതെ അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഊർജനത്തിന്റെ വഴി തുറന്നു കൊടുക്കുവാൻ തക്കോണം. വിസ ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് വിസ ലഭിക്കണം. വർക്ക് പെർമിറ്റ് ലഭിക്കേണ്ടവർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കണം. അനേക പാഠങ്ങൾ മാതാപിതാക്കൾ ഇരുന്ന് കരയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു ദോഷം വരാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടതിന് വിദേശ രാജ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോട് അഭിപ്രായം എത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് വാസ്തവമായിട്ട് അങ്ങനെയുള്ള തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന അനേകം മാതാപിതാക്കൾ ഭാരപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ കൺസീവ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവമേ പ്രസവിക്കുവാൻ തക്കോണം. ഉദരവിടത്തെ ശത്രു നശിപ്പിക്കുവാൻ ഇടയാക്കാതെ ദൈവമേ ഹല്ലേലൂയ അങ്ങനെയുള്ള ദൈവമേ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങളെ പ്രസവിപ്പാൻ സ്വർഗത്തിൽ അപ്പച്ചൻ അവരെ ബലപ്പെടുത്തണം. ദുഷ്ടൻ ഒരു രീതിയിലും ജയമെടുക്കുവാൻ അനുവാദിക്കാതെ വണ്ണം ഈ വിഷയങ്ങളെ സമർപ്പിച്ച വിശ്വാസത്തോടെ നമ്മൾക്ക് ഒരു സഹോദരി പ്രാർത്ഥിച്ചാൽ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു രാജാ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ രാജാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് കർത്താവേ, നാഥ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കിയാണ് കർത്താവേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടുവെന്ന് വരോ. ആമ്പേ കർത്താവ്, ഞങ്ങളുടെ സഹായം കർത്താവ് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാകയാൽ അപ്പാ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാണ് കർത്താവേ. അപ്പ ഈ പ്രഭാത സമയത്ത് കർത്താവ് പ്രിയ സഹോദരി പറഞ്ഞിരിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ അപ്പന്റെ പാദപീഠത്തിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവ്. ലോക രാജ്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് അപ്പച്ചനെ. എല്ലാ ലോകരാജ്യത്തിലും കർത്താവ് സമാധാനം വേണം കർത്താവ്. ആമേ കർത്താവ്, യുദ്ധത്തിനായിട്ട് വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ലോകരാജ്യങ്ങള്, ഭരണകർത്താക്കള്, ഹല്ലേലൂയ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവ്. നാഥ ആമേ ദൈവിക സമാധാനം കർത്താവ് ഓരോ ഹൃദയത്തിലും ഒന്ന് വാഴട്ടെ. ആമേ കർത്താവ് സമാധാന കർത്താവ് ഓരോ രാജ്യത്തും വാഴട്ടെ. ആമേ കർത്താവേ നാഥ യുദ്ധ കൊതികള്, ഹല്ലേലൂയ ആമേ
യുദ്ധത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥകൾ കർത്താവ് ഓരോ ഹൃദയത്തിൽ നിന്ന് കർത്താവ് മാറ്റിക്കളയുമാറണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക കർത്താവ് ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവൻ വെടിനിർത്തലൊക്കെ സംഭവിച്ചു. എന്നാൽ കർത്താവ് ഇപ്പോൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് അങ്ങ് അവിടുന്ന് അറിയുന്നുവല്ലോ. ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി, യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേ നല്ല കർത്താവേ ഹല്ലേലൂയ. ആമേ കർത്താവ് പ്രത്യേക കർത്താവ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ആമേ കർത്താവേ ഹല്ലേലൂയ. മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം വേദനയോടെ കർത്താവ് ഈ മക്കളെയൊക്കെ കർത്താവ് വിദേശത്ത് അയച്ചിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ കുഞ്ഞുങ്ങൾ കർത്താവ് ചതിക്കുഴിയിൽ ഹല്ലേലൂയ പെട്ടുപോകുന്നു. തിരുമേനി കാത്തുകൊള്ളണമേ. ആമേൻ ഈ മക്കളുകളൊക്കെയും കർത്താവ് ആമേൻ ദൈവഹിതത്തിനനുസൃതമായിട്ട് കർത്താവ് യാത്ര ചെയ്യുവാനോ ആമേൻ ദൈവ ഇഷ്ടത്തിനനുസൃതമായിട്ട് ജീവിക്കുവാൻ എന്തൊക്കെ കർത്താവ് തിരുമേനി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് ഏജന്റന്മാരുടെ ചതിക്കുഴിയിൽ പെട്ടുപോകുന്ന മക്കളുകളും ഉണ്ട് അപ്പച്ച. ദൈവമേ ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കർത്താവ് അങ്ങ് വിടുവിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആമേ കർത്താവേ ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. ആമേ സകലതും അറിയുന്നവൻ അങ്ങാകുന്നു. ആമേ സകലത്തെ നിയന്ത്രിക്കുന്നവനും അങ്ങാകുന്നു. ആമേ കർത്താവേ തിരുമേനി കാത്തുകൊള്ളണമേ, കരുതിക്കൊള്ളുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. ആമേ കർത്താവ് വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് ആമേ കർത്താവ് ഹല്ലേലൂയ അവരുടെ വിസകളൊക്കെയും കർത്താവ് ക്രമീകരിക്കുവാനോ ആമേ കർത്താവ് അവർ ആ ദേശത്ത് കടന്നു ചെല്ലുമ്പോൾ അവർ കർത്താവ് വർക്ക് പെർമിറ്റ് വേണം കർത്താവ്. ആമേ കർത്താവ് ഹല്ലേലൂയ എല്ലാം കർത്താവ് തക്ക സമയത്ത് ചെയ്തു കൊടുക്കുവാൻ തക്കോണോ എന്റെ ദൈവം ശക്തനായിരിക്കാലോ അതിനെ അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ബിആറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനവധി കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടല്ലോ. ആമേ കർത്താവ് കുഞ്ഞുങ്ങൾക്കൊക്കെയും കർത്താവ് റൈറ്റ് ടൈമിൽ തന്നെ കർത്താവ് ബിആർ ലഭിക്കേണ്ടതിന് ആമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അങ്ങ് അവിടുന്ന് കർത്താവ് നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാലോ, അങ്ങ് ന്യായത്തിന്റെ ദൈവമായിരിക്കാലോ, അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് ഈ പകൽക്കാലം കർത്താവ് അപ്പ ഞങ്ങൾ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേ നിങ്ങൾ ഭൂമിയിലെങ്ങും വർദ്ധിച്ചു പെരുകുവീൻ എന്നുള്ളത് കർത്താവ് അങ്ങയുടെ വാഗ്ദത്ത വചനമായിരിക്കാലോ. അവൻ വിവാഹം കഴിഞ്ഞിട്ടും കർത്താവ് നാളുകളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർ കർത്താവ് അപ്പ തലമുറകളെ കർത്താവ് കൊടുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവ് ഈ കാലങ്ങളിൽ ആമേ കർത്താവ് കൺസീവായിട്ട് ഇരിക്കുന്ന മക്കളുകളെ ഏൽപ്പിക്കട്ടെ കർത്താവ്. ഉദരഫലം അത് അപ്പച്ചന്റെ ദാനമാണ്. ആമേ കർത്താവ് അങ്ങ് അവിടുന്ന് ഓരോ ഉദരഫലത്തെയും കർത്താവ് കാത്തുകൊള്ളുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ കർത്താവ് ഭദ്രമായിട്ട് ഇരിക്കട്ടെ കർത്താവ്. ഊനമില്ലാത്ത ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ആമേ കർത്താവ് ഓരോ മാതാവിനും പിതാവിനും കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. തൃക്കരങ്ങളിലേക്ക് കർത്താവ് അപ്പൊ ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ്. ആമേ കർത്താവ് ദേശത്ത് കർത്താവ് ദിനം വർദ്ധിച്ചു വരുന്ന ഹല്ലേലൂയ പ്രതിസന്ധികള് ആമേ പ്രതികൂലങ്ങൾ കർത്താവ് അങ്ങോട്ട് അറിയുന്നുവല്ലോ. ആമേ ദേശ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോക രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പനേ ഞങ്ങളുടെ ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആമേ ലോകത്തിന്റെ ദേശത്തിന്റെ കാവൽക്കാരാക്കി ഞങ്ങളെ വെച്ചിരിക്കുമ്പോൾ അപ്പാ ഞങ്ങൾ ഓരോ നിമിഷവും കർത്താവ് ഉണർന്നും ജാഗരിച്ചും കൊണ്ട് കർത്താവ് ദേശത്തിന് വേണ്ടി ഇടിവി നിൽക്കുവാനാ ആമേ കർത്താവ് നാഥത്തിന്മേൽ ഞങ്ങൾക്ക് കൃപ തരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നല്ല കർത്താവ് നാഥ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആമേ കർത്താവ് എല്ലാ പ്രാർത്ഥന യാചനകൾക്കും കർത്താവ് അങ്ങ് അവിടുന്ന് മറുപടികളെ പകർന്നിരിക്കുക സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം, ഉത്തരം അരുളിയിരിക്കുക സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ജയം തന്നിരിക്കുന്നതിനായി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സമയം കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിച്ച ഈ സെക്ഷന സമയായില്ലേ ഫാസ്റ്റർ? സ്തോത്രം സ്തോത്രം. കർത്താവ് യേശുവേ സ്വർഗ്ഗസ്ഥ പിതാവേ ഇത്രത്തോളം സമയം അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തക്കോണം അനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിച്ചല്ലപ്പ. ഇന്ന് പൽക്കാലം പ്രാർത്ഥിച്ച അപ്പന്റെ കാര്യങ്ങളിലേക്ക് വെച്ച എല്ലാ വിഷയത്തിനും മേലെ അപ്പച്ച മറുപടി തന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. വൃത്തിയാൽ ഇന്ന് കടന്നു വന്ന് ദൈവമേ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പെൻസമാസിനെയും കുടുംബത്തെ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ ദൈവദാസിനെ ദേശത്ത് വീണ്ടും കർത്താവ് മാനിക്കണമേ. ആത്മീയ ഭൗതികവും ശരീരമായി ബലപ്പെടുത്തണമേ കർത്താവ്.
കർത്താവെ. കുടുംബമായി സഭയായി കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. അടിയനെയും താഴ്ത്തുന്ന കർത്താവെ, പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. എല്ലാ വിഷയത്തിനു മേലും കർത്താവിന്റെ വലിയ കരം ദൈവം വീണ്ടും വഹിക്കുവാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രിയ ജെഫ്രിമോന്റെ, എന്റെ ഇടയമോൻ ജെഫ്രിമോന്റെ ബർത്ത്ഡേ ആണ്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങള് ചോട്ടവായി മോട്ടവായി കൂടെ പാടുവാടയായി ദൈവത്തോളം അനുഗ്രഹിച്ചു. പ്രിയ വൈദ്യര് ഇപ്പൊ സ്കൂളിൽ കടന്നു പോകുന്നു. ദൈവ അനുഗ്രഹത്താൽ അവന്റെ ഇന്നു മുതൽ വളർച്ചയുടെ ആരംഭത്തിനുവരെ ദൈവം പരിപാലിച്ചു. വിശേഷമായ ബുദ്ധി ജ്ഞാനവും പ്രിയ വൈദ്യനെ ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥന ബഹ്റിൻ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ പ്രിയ സാമാത്തിച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രിയ വൈദ്യന് വേണ്ടി. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പ്രിയ കർത്താവേ, നല്ലൊരു പുതിയ ദിവസം, ഒരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ഈ പ്രഭാത പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ കർത്താവെ, ഈ പകൽക്കാലവും ഞങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ അങ്ങ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ പിതാവേ, ഞങ്ങളുടെ ഈ മീറ്റിങ്ങിന്റെ പ്രാരംഭ നിമിഷം മുതൽ ഈ നിമിഷം വരെ അങ്ങയുടെ സാന്നിധ്യം കൃപയെ അനുഭവിച്ചറിയാനിടയായി കർത്താവെ, കുഞ്ഞുങ്ങളൊക്കെ നല്ല ഗാനങ്ങളൊക്കെ പാടുവാൻ ദൈവം അവസരം തന്നല്ലോ. സ്തോത്രം. ദൈവം ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ശക്തമായി കർത്താവെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ പ്രിയ ആന്റിയെ ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. അനേക വിഷയങ്ങൾ പേരുപേരായി ദൈവസേനയിൽ പറഞ്ഞല്ലോ കർത്താവെ. അതോടൊപ്പം പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രത്യാൽ ഞങ്ങളുടെ പ്രിയ ബെൻസൺ പാസ്റ്ററിനെ അങ്ങയുടെ കാര്യത്തിൽ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവദാസൻ കർത്താവെ പറഞ്ഞ വിഷയങ്ങളെ കർത്താവെ അങ്ങയുടെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. പ്രിയ ദൈവദാസൻ കർത്താവെ, ദൈവികമായ കർത്താവെ ചില കർത്താവെ പദ്ധതികളും ഇന്ന് വരെ ദൈവം ശ്രേഷ്ഠമായി നടത്തിയല്ലോ കർത്താവെ. അപ്പാ, സഭ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയ്ക്കായി, സഭയ്ക്കായി സ്തോത്രം. നിന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ആ നല്ല കർത്താവ് ഒരു മിഷനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനാധ്വനി ഇന്റർനാഷണൽ കർത്താവെ അധ്യക്ഷനായി പ്രിയ ദൈവദാസനായിരിക്കുന്നല്ലോ കർത്താവെ. അപ്പൊ ആ കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ, ദാനമായി 2 തലമുറകളെ കൊടുത്തല്ലോ കർത്താവെ. ദൈവമേ, കർത്താവെ സ്തോത്രം. തലമുറ ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം തരുന്ന പ്രതിഫലമാണ് കർത്താവെ. ആയുസ് കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ദൈവകൃപ കൊടുത്ത്, സൗന്ദര്യം കൊടുത്ത്, ജ്ഞാനം കൊടുത്ത്, ബുദ്ധി കൊടുത്ത് 2 തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ പോക്കിലും വരവിലും യാത്രയിലും പഠനകാര്യങ്ങളും സ്കൂളിലും കർത്താവെ ഭവനത്തിലായിരിക്കുമ്പോഴും എല്ലാം കർത്താവ് ആ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ചിറകിന്റെ മറവിൽ പരിപാലിക്കണമേ. ഏറിയ ദൈവകൃപ കൊടുക്കണമേ. 2 കുഞ്ഞുങ്ങൾക്കും ദൈവം കൊടുത്ത കഴിവുകൾ, താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ശക്തമായി കർത്താവിന്റെ വേല ആത്മഭാരത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ നിന്റെ ദാസനെയും ദാസിയെയും കുടുംബമായി ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഏറിയ ദൈവകൃപ കൊടുക്കുക, ശ്രേഷ്ഠമായ കൃപാവരങ്ങൾ കൊടുത്ത് ദൈവമേ ശക്തമായി നിന്റെ ദാസന്റെ കുടുംബത്തിന്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലും ഞങ്ങൾ കർത്താവ് ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കട്ടെ. പ്രത്യേക ഇളയ മോൻ ജെഫ്രി മോനായി സ്തോത്രം. പ്രിയ കുഞ്ഞ് ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിപ്പാൻ വലിയവനായി ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. അവൻ ബുദ്ധിയും പ്രാപ്തിയും ജ്ഞാനവും ദൈവകൃപയും സൗന്ദര്യവും ഒക്കെ ഉള്ള നല്ല കുഞ്ഞായി അവനെ കാണുന്നവർ കർത്താവിനെ കാണണം. അവൻ മുഖേന അനേകരി കർത്താവിലേക്ക് കടന്നു വരുവാൻ ദൈവമേ ഇടയാക്കണം. അവന്റെ പോക്കിലും യാത്രയിലും വാഹനത്തിൽ പോകുമ്പോഴും യഥാവെ പഠന കാര്യങ്ങളിലും എല്ലാം അങ്ങയുടെ കൃപ, കരുതൽ, ബുദ്ധി, പ്രാപ്തി, ജ്ഞാനം, ബസലേലിന് ജ്ഞാനം കൊടുത്ത ദൈവം, ശലോമോന് ജ്ഞാനം കൊടുത്ത ദൈവം ആ പ്രിയ കുഞ്ഞിനും ജ്ഞാനം കൊടുക്കണമേ. അവൻ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ദൈവകൃപയിൽ വളർന്നു വരട്ടെ. ശമൂവേൽ ബാലനെ പോലെ കർത്താവിൽ നിന്ന് ചില ആലോചനകൾ കേൾക്കുവാൻ കർത്താവെ യഹോവയെ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കാമെന്ന് കർത്താവ് ചെറുപ്രായത്തിൽ തന്നെ ചില ആലോചനകൾ റിസീവ് ചെയ്യുന്ന പൈതലായി തീരുവാൻ കർത്താവെ അവൻ ആ കുടുംബത്തിന് ഒരു അനുഗ്രഹ വിഷയമായി തീരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളിലും ആ കുഞ്ഞ് അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുടുംബത്തെയും കർത്താവെ ഒരിക്കൽ കൂടി ശുശ്രൂഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കാലം ദൈവം നമ്മെ ഇത്രത്തോളം നടത്തി, ദൈവം നമ്മെ ഇത്രത്തോളം പരിപാലിച്ചു. അവിടുത്തെ എല്ലാ ദയക്കായി നന്ദി
കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ദൈവം അയക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ അനേക പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവത്തിന് മറുപടി നൽകുവാനൊക്കെ ദൈവം ഒരിക്കൽ നല്ല നിമിഷത്തിനായി സ്തോത്രം. 2000-ലാണ് ഞങ്ങൾ ഈ ദേശത്ത് ഷാരോൺ ഫെലോഷിപ്പിന്റെ ശുശ്രൂഷനായിട്ട് ചാർജെടുക്കുവാനിടയായത്. ആ സമയത്താണ് പ്രിയ ബോംബെയിൽ നിന്ന് പ്രിയ ബ്രൈറ്റ് പാസ്റ്റർ അസംബ്ലീസ് ചർച്ചിന്റെ ശുശ്രൂഷനായിട്ട് ഇവിടെ കടന്നിടയായി. കഴിഞ്ഞ 24 വർഷമായിട്ട് ഈ ദേശത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ ദൈവം സഹായിച്ചു. അന്ന് മുതലായ ആത്മീയ ബന്ധം ഇന്ന് വരെയുണ്ട്. പ്രിയാരി ഇന്ന് പ്രാർത്ഥനയ്ക്ക് ലീഡിയോടെ ആയല്ലോ. ഇപ്പോഴൊരു ബോംബെയിലെ കഥാന്റെ വേലയിലായിരിക്കുന്നു. ദൈവശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലായി ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന അനേക ദൈവദാസന്മാര്, ദൈവമക്കള്, സഹോദരി സഹോദരങ്ങളൊക്കെ ഈ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഗുജറാത്തിൽ നിന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ CM-ന്റെ പ്രസിഡന്റ് പാസ്റ്റർ റോബിൻ തോമസ് ഈ മീറ്റിംഗിന് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാർത്ഥന സഹായികളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം വായിക്കുന്നു. 70-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുന്നവൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാൾ നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവമഹത്വമുള്ളവർ എന്ന് എപ്പോഴും പറയട്ടെ. ഞാൻ വലിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ എന്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എന്റെ സഹായകനും എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു. യഹോവേ താമസിക്കരുതേ. കഴിഞ്ഞ ദിവസങ്ങൾ മുതലേ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതായ ഒരു ദൈവത്തിന്റെ വചനമാണ് ഈ പകൽക്കാലം അല്പ നിമിഷം നാം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. 40-ാം സങ്കീർത്തനം 13 മുതൽ 17 വാക്യങ്ങളാണ് ഈ 70-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ നമ്മൾ കാണുന്നത്. 40-ാം സങ്കീർത്തനത്തിലും ഈ സങ്കീർത്തനത്തിന്റെ ഇത്രയും ഭാഗങ്ങള് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, വേഗം വരണമേ. ചില വിഷയങ്ങൾക്ക് വേണ്ടി, ചില കാര്യങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ വിളിക്കാറുണ്ട് അല്ലെ. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വിളിക്കാറുണ്ട് അല്ലെ. അപ്പോൾ വിളിയുടെ മുമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ വേണ്ടി മോനെ എന്ന് വിളിക്കും. അപ്പോഴതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറിയ എന്തോ ഒരു കാര്യം മമ്മിക്കോ പപ്പായ്ക്കോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അല്പം കൂടി ഒന്ന് ട്യൂണ് മാറ്റി ഒന്നിച്ചൂടെ ഇതായിട്ട് വിളിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യമാണ്. പെട്ടെന്നൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പെതുക്കെ വിളിക്കാറില്ല. പെട്ടെന്ന് സൗണ്ട് ഇച്ചിരി ഒന്ന് ട്യൂണൊന്ന് മാറ്റി മോനെ, മക്കളെ, മോളെ എന്ന് പെട്ടെന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ മോക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മോന് മനസ്സിലാവും മമ്മി വിളിക്കുന്നത്, പപ്പ പറയുന്നത് എന്തോ ഒരു ആവശ്യമുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ പറയാറുണ്ടല്ലോ അല്ലെ. പെട്ടെന്ന് ചായ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, മമ്മയെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, പിള്ളേരെ പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. സ്തോത്രം. അതുപോലെ ദൈവത്തിന്റെ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യഹോവേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഹല്ലേലൂയ. ആരംഭത്തിലെ പ്രാർത്ഥനയിൽ തന്നെ പറയുകയായ ബത്തോലാമായി നിലവിളിച്ചു, അധികമായി നിലവിളിച്ചു. നാം നിലവിളി മാത്രം നിർത്തിയില്ല, അധികമായി നിലവിളിച്ചു. നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അനേക വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രിയ രാജനങ്ങൾ അമ്മണിയാലിയുടെ സാക്ഷ്യം നമ്മൾ ഇപ്പോഴും കേൾക്കാറുണ്ടല്ലോ. ഹല്ലേലൂയ. ഒന്ന് മാറി പലവിധമായ പ്രയാസങ്ങൾ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ അപകടം, ഹല്ലേലൂയ, അനന്തം വ്യസന്നമാകാതെ ദൈവം സൂക്ഷിച്ചു. വീണ്ടും പറയുവാടയാൽ ഇന്നലെ ഒന്ന് വീഴുവാടയായി. നമ്മുടെ കർത്താവ് അറിയാ നമുക്കൊന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വേഗത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. തകർച്ച കാണുവാൻ, നമ്മുടെ ശൂന്യതകൾ കാണുവാൻ, നമ്മുടെ പരാജയങ്ങൾ കാണുവാൻ, നമ്മൾ വീഴുന്നത് കണ്ട് കൈകൊട്ടി ചിരിക്കുവാൻ നോക്കി നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ? നീതിമാൻ അനർത്ഥങ്ങൾ ഇല്ലെന്നല്ല, നീതിമാൻ അനർത്ഥങ്ങളുണ്ട്. അനർത്ഥങ്ങൾ അസംഖ്യം എന്നാ വായിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി ദൈവാത്മാ പറയുന്നു, നീതിമാന്, എന്റെ ഭക്തന് എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നാലും എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടത നിന്നെ തകർക്കാനല്ല, വേദന നിന്നെ ഇല്ലാതാക്കാനല്ല, രോഗം നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. നീ അതിൽ നിന്ന് പുറത്ത് ദൈവം നിന്നെ കൊണ്ടുവരും. ഒരു പൊന്നുപോലെ ദൈവം നമ്മെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ന്റെ 20. യെശയ്യാവ്
38-20 വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാഥത്തോടെ എന്റെ ഗീതങ്ങളെ പാടും. ഹല്ലേലൂയ. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുക. ഇന്ന് പകൽക്കാലം പറയട്ടെ, വിടുവിപ്പാൻ സഹായിപ്പാൻ വേഗം വരണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയാ, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മുടെ വിഷയത്തിന് മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കരയുന്ന ചില വിഷയത്തിന് മേൽ, നമ്മൾ ഉപവസിക്കുന്ന ചില വിഷയത്തിന് മേൽ നമ്മൾ ഇതിക്ക് കർത്താവ് ഇത്രയും നാളായിട്ട് ഒരു മറുപടി പോലും കിട്ടുന്നില്ലല്ലോ, ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുകയാണല്ലോ കർത്താവെ, നാളുകളായി ഞാൻ ഉപവസിക്കുകയാണല്ലോ, ഇന്ന് വരെ എന്റെ വിഷയത്തിന് മറുപടി കിട്ടുന്നില്ലല്ലോ നാം ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുക, യഹോവ നമ്മെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുക. യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ കരം ഉയർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അധികാരത്തിന്റെ കരം, വിടുതന്റെ കരം. നാം പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേല് ബാങ്കിലെ ചില അധികാരികളോട് ദൈവം സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഓഫീസിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളേതാവുന്ന ലീവിന്റെ വിഷയത്തിന്മേല് അധികാരികളോട് ദൈവം സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. കോരശിന്റെ ഹൃദയത്തോട് സംസാരിച്ച ദൈവം ഇന്ന് പകൽക്കാലം പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിങ്ങളുടെ ചില വിഷയത്തിന്മേൽ ദൈവം നീതിയോട് പ്രവർത്തിക്കാൻ വേണ്ടി പോവുക. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാ. ആമേ. നന്നായി തീർന്നു പോയെന്ന് ലോകക്കാര് പറഞ്ഞ് ആമേ നിന്ദിക്കുവാൻ നോക്കിയ സ്ഥാനത്ത് ഭക്തൻ അവസാന വാക്യത്തിൽ വായിക്കുക, ദൈവമേ നീ തന്നെ, നിന്റെ അടുക്കൽ ഞാൻ വേഗം വരും, നീ എന്നെ സഹായവും എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു. യഹോവേ താമസിക്കരുത്. ആമേ. ഇനിയും അത് താമസിക്കുമെന്ന് ചിന്തിക്കേണ്ട. യഹോവയാ ഞാൻ അതിനെ ശീഘ്രത്തിൽ ചെയ്യും. ഹല്ലേലൂയ. ആമേ. ഒരുപക്ഷെ നാം ചിന്തിക്കാൻ, കർത്താവ് എത്രയും ലേറ്റായി പോയല്ലോ, എന്റെ വിഷയത്തിൽ ഒരു മറുപടി ലഭിച്ചില്ലല്ലോ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയാ, യഹോവ നമ്മെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുക. തന്റെ ജനം മിസ്രൈമിൽ കഷ്ടപ്പെടുക. മോശെ അവിടെ നിലവിളി ഞാൻ കേട്ടു, അവിടെ കഷ്ടത ഞാൻ കണ്ടു. എന്റെ ജനത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആമേൻ. ഭവനം തന്ന ദൈവമാ, തലമുറകളെ തന്ന ദൈവമാ, നിനക്ക് ജോലി തന്ന ദൈവമാ, നിനക്ക് ഓരോ വഴികൾ തുറന്നില്ല ദൈവമാ. ആ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ചില വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ, ആമേ, യഹോവേ നീ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുക. എന്റെ വിഷയത്തിൽ ഞാൻ ഒരുങ്ങുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഒരുങ്ങിയിരിക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകിലും അവനെ വെല്ലിട്ടുകൊള്ളു. നാം കരുതുന്നതിനേക്കാൾ മുമ്പ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് മുമ്പ് ദൈവം ചില കാര്യങ്ങൾ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. എത്രയോ പ്രാർത്ഥന വിഷയങ്ങൾക്ക് കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം മറുപടി നൽകുകയാണല്ലോ. ഇന്നും കർത്താവിന്റെ കാലം കുറുതായിട്ടില്ല, ഇന്നും കർത്താവിന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് വീണ്ടും ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ആമേ, ഹല്ലേലൂയ. ഡമിൽ നിന്ന് കർത്താവിന്റെ വിലയേറിയ പാസ്റ്റർ റോബിൻ തോമസ് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ സെഷൻ നിന്ന് അവസാനിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി ഞങ്ങൾ എനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം അങ്ങയുടെ പാദപീഠത്തിങ്കൽ താണിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. വിധമായ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ചതിന്റെ മുഖപ്രസാദം തേടുമെന്ന് അങ്ങയുടെ വചനപ്രകാരം അങ്ങയുടെ മുഖം അന്വേഷിപ്പാൻ ഇങ്ങനെ ഒരു ഭാഗ്യം കർത്താവ് ഒരുക്കി തോർന്ന നീയോട് സ്തോത്രം ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കട്ടെ. ദേശം, ഞങ്ങളുടെ കർത്താവെ, സഭകൾ, അല്ലെങ്കിൽ ദേവദാസന്മാർ, കുടുംബങ്ങൾ, അല്ലെങ്കിൽ രോഗികളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈ സമയം ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകാൽ ഈ സെക്ഷൻ ലീഡ് ചെയ്യുവാൻ കർത്താവ് ഇതിന്റെ സംഭാഷണ കർത്താവ് സഹായിച്ചല്ലോ. പാട്ടുകൾ പാടാൻ കർത്താവിന്റെ മക്കളെ ദൈവം സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. നല്ല സന്ദേശം കേൾപ്പാൻ കർത്താവ് സഹായിച്ചോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രയർ ലീഡ് ചെയ്ത ആന്റിക്ക് വേണ്ടിയും കുടുംബത്തിനായും പ്രാർത്ഥിക്കുന്ന ധാരാളം അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജെഫിനായി പ്രാർത്ഥിക്കുന്നതിന് മോൻ പുതിയ വർഷത്തിലേക്ക് കർത്താവ് പ്രവേശിപ്പാൻ നിങ്ങൾ സഹായിച്ചല്ലോ. വീണ്ടും അനുഗ്രഹിച്ചു മാനിക്കണം. എല്ലാ നന്മകളാലും നീ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുക്കരങ്ങളിൽ സമസ്ത വിഷയത്തെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച് നല്ല സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വേഗത്തിൽ തന്റെ അമലിയ കർത്താവെ ദൈവം എന്റെ വൃതന്മാർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാകയാൽ കർത്താവെ, പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനു മേലും ദൈവത്തിന്റെ പ്രവൃത്തി അയച്ച് അവിടുന്ന് വിടുവിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ നന്മകളാലും കർത്താവ്
നിറയ്ക്കണം. തുടർന്ന് ഞങ്ങൾ ഓരോ കാര്യാദികൾക്ക് വേണ്ടി പോകുന്നു. അവിടുത്തെ വലിയ കൃപയും സാന്നിധ്യവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും ഇതുപോലെ ഒന്നിച്ച് ചെയ്യുവാൻ കൂടുവാൻ ദൈവാവസരങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അംഗീകരിപ്പിക്കുന്നു, പ്രാർത്ഥന ചോദിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നാം കൊടുക്കുന്ന മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കടന്ന പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നിപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. Hallelujah.